ലക്ഷ്മി, നമ്മൾ സാധാരണ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ ചില ആൾക്കാരുടെ കമന്റ്സ് വരും, ഇവർ രണ്ടുപേരും ആരാ, എന്താണ് ഇവരെന്ന് പറയുന്നതൊക്കെ വരും. പക്ഷെ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദ്യം വരത്തില്ല. കാര്യം ഇപ്പൊ സാന്ത്വനത്തിൽ ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ് സാന്ത്വന ടിവിയിൽ അല്ലേ? അതിലെന്ത് കഥാപാത്രം ചെയ്യുന്നത്? അതിൽ രണ്ട് വീടായിട്ടാണ് വരുന്നത്. ഒന്നൊരു പൈസയുള്ള ഒരു വീട്ടിലൊരു ഫാമിലി, അവിടുത്തെ ചേച്ചി അടിച്ചുകൊണ്ട് പോകുന്ന ഇപ്പുറത്ത് ബാലൻ, നമ്മുടെ കെ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പം വലിയ വീട്ടില് അവിടുത്തെ ഏറ്റവും ഇളയ കുട്ടിയാണ് ഞാൻ നായികയായിട്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ കുറെ നല്ല ആർട്ടിസ്റ്റുകൾ ഇപ്പം അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, പുതിയ ആൾക്കാരല്ലേ? പുതിയ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അരുണുണ്ട് അതിനകത്ത്. അരുൺ മാമനായിട്ടാണ്. നല്ല പ്ലെയറാണ്, ക്രിക്കറ്റ് പ്ലെയറാണ്, നമ്മുടെ ചങ്കാണ് അവൻ. അപ്പൊ അവൻ പറഞ്ഞു സാന്ത്വനത്തിൽ കിട്ടിയിട്ടുണ്ട്, അവൻ ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞു. നമ്മുടെ ഏറ്റവും സുഹൃത്താണ്. ഇന്റർവ്യൂ കിട്ടുമ്പോൾ അയച്ചു കൊടുക്കണം. അപ്പം ഈ നമ്മൾ എല്ലാ സീരിയലിൽ വരുമ്പോഴും നമ്മൾ എല്ലാ ലൊക്കേഷനിൽ പോകുമ്പോഴും പുതിയ പുതിയ ഒത്തിരി ആൾക്കാരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് താങ്ക്സ് ഗോഡ്, ദൈവത്തിനോട് നന്ദി പറയാണ്. അപ്പം എന്തിനാ പഠിച്ചോണ്ടിരിക്കുന്നത്? പഠിച്ചോണ്ടിരിക്കുന്നത് ചോദിക്കുന്നത് തെറ്റുണ്ടോ? കാരണം അത് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കുട്ടി കളക്ടറാണ്, നിങ്ങൾ ആരും വയസ്സ് അറിയണ്ട, മനസ്സിലായല്ലോ? 28 വയസ്സുള്ള കളക്ടറാണ്. കളക്ടറായിട്ട് എത്ര നാളായി? കളക്ടറായിട്ട് ഇപ്പം ഈ ഷെഡ്യൂൾ ആയതേ ഉള്ളൂ. കളക്ടറായിട്ട് അതിന് മുമ്പ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ നോർമൽ ഒരു കുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. വാശിയിൽ എഴുതിയെടുത്താണോ? വീട്ടുകാരോടുള്ള വാശിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി പഠിച്ച് എഴുതിയെടുത്തതാണ്. ഇതിൽ ആരുടെ വൈഫായിട്ടാ ചെയ്യുന്നത്? ഇതില് സുനീഷ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ഈ കുടുംബത്തിൽ തന്നെ അല്ല, എനിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പം ഞാൻ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ സ്വത്ത് മോഹിച്ചിട്ട് വേറൊരാളെ കൊണ്ട് എന്നെ കെട്ടിക്കും. കോളനിയിലുള്ള ഒരു ചെറുക്കനെ കൊണ്ട് എന്നെ കെട്ടിക്കും. ഈ കോളനിയിലുള്ള ചെറുക്കൻ എന്ന് പറയുന്നത് ഒരു പണക്കാരന് അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അങ്ങനെ കെട്ടിക്കുകയാണ്. എനിക്ക് തീരെ താല്പര്യമില്ല കെട്ടാൻ വേണ്ടി. അങ്ങനെ എന്നെ റോഡിലൊക്കെ കൊണ്ടിട്ട് കെട്ടിച്ച് വൻ സീനായിരുന്നു. റോഡിലിട്ട് കെട്ടിയ കുട്ടി അവിടെ ഇരിക്കുന്നത് കേട്ടോ? ആണോ? ചുമ്മാ അല്ല, പിന്നെ എങ്ങനെ പട്ടിക്കുട്ടിയെ പോലെ കരയായിരിക്കും, ആടിനെ പോലെ കരയായിരിക്കും? എന്നെ നോവിക്കുകയാണ് ഇവര്. നോവിച്ച് കൊല്ലുവാണല്ലേ? നോവിക്കുക. എനിക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം എന്നെ കഴിപ്പിക്കുക, അത് ഇഷ്ടമില്ലാത്ത. കേസ് കൊടുക്കാം നമുക്ക്. കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കേസ് കൊടുക്കും. കളക്ടറെ പിടിച്ചിങ്ങനെ ചെയ്യുമ്പോ എന്താ? അതാണ് ഇപ്പം റിവെഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് എടുത്ത പ്രതിജ്ഞയൊക്കെ ഇനി ഇപ്പൊ ചെയ്യും. എന്തൊക്കെയാണ് പ്രതിജ്ഞ? എന്തോ എന്റെ ചേട്ടൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയും, ഈ വീടൊക്കെ ഞാൻ പൊളിച്ചു മാറ്റി ഇവിടെ ഒരു കുളം കുത്തി അതിലെ വെള്ളം ഞാൻ കുടിക്കും എന്ന് പറയും. അങ്ങനെ തറയുന്ന മണ്ണൊക്കെ വാരിയെടുത്ത് അങ്ങനെ എന്തൊക്കെയോ പറയും. അതായത് ചീപ്പ് റിവെഞ്ച്. കുളം കുത്തുക, മണ്ണ് വാരുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ റിവെഞ്ച്. അതായത് കുളം തോണ്ടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയൂ. ഈ വീട് മൊത്തത്തിൽ നാശമാക്കും, അതാണ് എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദ്രോഹിച്ചതിന് തിരിച്ചു കൊടുക്കുക അല്ലേ? പിന്നെ ഇപ്പൊ വന്നേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു അച്ഛനുണ്ട്. അപ്പൊ ഈ അച്ഛന്റെ സ്വത്തുക്കളാണ് ഇത് മൊത്തം. അത് എന്റെ ചേട്ടൻ എടുത്തു. എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ സീരിയലിൽ എനിക്ക് അച്ഛനും അമ്മയില്ല. ഞാൻ അനാഥ കുട്ടിയാണ്. എന്റെ അച്ഛൻ ആരാണ് അമ്മ ആരാണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടുത്തെ അനിയത്തിയാന്ന് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ പറഞ്ഞു അല്ല പറഞ്ഞു. ഞാൻ പിന്നെ അച്ഛനാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരാളെ വിളിച്ചു. എന്റെ അച്ഛനും അമ്മ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടുന്നാ വന്നതെന്നുള്ള കുട്ടിക്ക് അറിയത്തില്ല. കുട്ടിയെ മൊത്തം പറ്റിച്ച്. ആദ്യം അനിയത്തിയാന്ന് പറഞ്ഞ് പറ്റിച്ച്, പിന്നെ ഒരു അച്ഛനാന്ന് ഒരാൾ വന്നു, വീണ്ടും അച്ഛനമ്മ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. പിന്നെ അച്ഛൻ പറയാ പിന്നെ പറയുന്നുണ്ട് ശരിക്കും അച്ഛനും അമ്മ അല്ല പറയുന്നുണ്ട്. അമ്മയുടെ മോളല്ല ഞാൻ, അച്ഛന്റെ മോളല്ല ഞാൻ. ദയവ് ചെയ്ത് പ്രേക്ഷകരെ, ഇത് സീരിയലിലെ കഥയാണ് പറയുന്നത്, ഒറിജിനൽ അല്ല പറയുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും. അത് ഞാൻ പറയട്ടെ, തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാൻ വരുവാ. അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്, അതില്ലാതിരിക്കത്തില്ലല്ലോ. വീട്ടിൽ വേറെ അനിയനോ ആരോ? അവൻ എന്താ ചെയ്യുന്നത്? 7th പഠിക്കുന്നു. അച്ഛൻ ഇവിടെ തന്നെ ട്രോണ്ടത്ത്. എവിടെ വീട്? ചിറയൻകീഴ്. പപ്പയുടെ വീട് ചിറയൻകീഴാണ്. ആഹാ, വർക്കലയ്ക്ക് അടുത്ത് തന്നെ. SN ട്രസ്റ്റ് ബോർഡ് മെമ്പറൊക്കെയാണ് അല്ലേ? ചിറയൻകീഴിൽ നിന്ന് വേറെ ആർട്ടിസ്റ്റുകൾ ഇഷ്ടംപോലെ പല സീരിയൽ വരുന്നുണ്ടല്ലോ അല്ലേ? ഏഷ്യാറ്റിൽ തന്നെ നമ്മുടെ ദൃശ്യ. അത് ഒരു വൃത്തിയായിട്ട രീതി ഇവിടെ ഉണ്ട്. കുറെ ചിറയൻകീഴ്. ഞാൻ ഇപ്പൊ താമസം പേയാടാണ്. ഞാൻ അവിടുന്ന് മാറി. അതെന്താ? അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരിക്കലും ഇപ്പുറത്തോട്ട്. അപ്പൊ പേയാടെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അവിടുന്ന് ആരും വരുന്നില്ല. നല്ല കുട്ടിയാണ് കേട്ടാ, സൂക്ഷിച്ച് നോട്ട് ചെയ്ത് വെച്ചോ. തക്കത്തിന് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, അല്ലയോ? നിക്കാൻ അടിയാത്താണ്. നിക്കാൻ പഠിച്ചു. സീരിയൽ രംഗത്ത് ലക്ഷ്മി നന്നായിട്ട് ആറ്റിറ്റ്യൂഡ് ഇസ് വെരി നൈസ്. ബിക്കോസ് ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു അല്ലേ? എന്നോട് പറഞ്ഞു, ബിഹൈൻഡ് ദ ക്യാമറ പറഞ്ഞു, ചേട്ടൻ വേൾഡ് റെക്കോർഡ് ആയിരിക്കുമെന്ന്.
എനിക്ക് റെക്കോർഡ് റെക്കോർഡ് കിട്ടും. പിന്നെ പറഞ്ഞു, ഞാൻ പറയിച്ചു ചേട്ടന്റെ ഭാഗ്യമാണെന്ന്. ഇത് റെക്കോർഡും അതൊക്കെ മേലെ പോകാനാ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താ അല്ല പട്ടിയുടെ സൗണ്ട് എടുക്കണേ. എന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അടിക്കാൻ വന്നാലേ അത് വരുള്ളൂ. അല്ല നോർമലി എടുക്കുകയാണെങ്കിൽ നോർമൽ പട്ടിയുടെ സൗണ്ടേ വരുള്ളൂ. അനുശേഷം ഒരു മെച്യൂരിറ്റി കുറവുള്ള സംസാരിക്കുന്നില്ലേ? ഫീൽ ചെയ്തില്ലേ? കുറച്ച് മെച്യൂരിറ്റി. സീരിയസ്ലി പറഞ്ഞു. കാര്യം എന്ന് വെച്ചാല് ബൈജു സാറ് നിങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് നമ്മളോട് വന്നത്. മെച്യൂരിറ്റിയുടെ കാര്യം, മെച്യൂരിറ്റി മസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്ര ശരി പാടില്ല. കാരണം ഞാൻ എത്ര സമയം വരെ ഇവിടെ അല്ല ഞാൻ എത്ര സമയം ഇവിടെ വന്നിട്ട് അറിയാമോ? എത്ര സമയമായി? രാവിലെ വന്നതല്ലേ? ശരി, രാവിലെ വന്നതെന്ന് മനസ്സിലായല്ലോ. ശരി, നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോകാം. ഈ കഥാപാത്രം കുറച്ച് മെച്യൂരിറ്റിയുള്ള കഥാപാത്രമാണ്, ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പട്ടിയുടെ സൗണ്ടുകൾ കേൾപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കഴിയുകയാണെങ്കിൽ ഉള്ള ലക്ഷ്മി എന്താണ്? അതൊക്കെ മാറ്റി വെച്ചുള്ള ലക്ഷ്മി എന്താ? ഞാൻ എൻ്റെതായ എൻ്റെ സ്റ്റഡീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക്. അതല്ല ചോദിച്ചു എന്തിനാ പഠിക്കുന്നതെന്ന്. അതല്ല പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാണ് പറഞ്ഞു ഞാൻ എൻ്റെതായ റിയൽ ലൈഫായി പറയുന്നത്. ഇപ്പോൾ റിയൽ ലൈഫിൽ ഞാൻ ചോദിക്കുന്നത് എന്താണ് ലക്ഷ്മി? പാവമല്ല. അല്ല അല്ല. തിരിച്ച് മറുപടി പറയും. എങ്ങനെ? നല്ലപോലെ ലൈക്ക് എനിക്ക് ഹർട്ടായാൽ ഞാൻ പറയും. തിരിച്ച് സംസാരിക്കും. എനിക്ക് ഹർട്ട് ആവണം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പോട്ടെ എന്ന് വിചാരിക്കും. ആ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ റിയാക്ട് ചെയ്യും. പ്രൊഡ്യൂസർ ആയിക്കോട്ടെ കൺട്രോളർ ആയിക്കോട്ടെ പറയുമ്പോൾ മെച്യൂരിറ്റിയിൽ സംസാരിക്കും. അങ്ങനെ പറയാൻ വേണ്ടി സംസാരിക്കാൻ പറയാറുണ്ട്. അപ്പം ലക്ഷ്മിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവാണെന്ന് എന്നോട് പറഞ്ഞു. സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും. എനിക്ക് മെച്യൂരിറ്റി ഉണ്ട്, ഇല്ലാന്നില്ല, ഉണ്ട്. ചില കാര്യമുള്ള കാര്യങ്ങളിൽ ഇത് നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഒരു മെച്യൂരിറ്റി ആയിട്ട് തോന്നുന്നില്ല, സീരിയസ്നെസ് ആയിട്ട് തോന്നുന്നില്ല. അത് ഞാൻ നോർമലി ആക്ച്വലി ചോദിക്കട്ടെ മാഡം, ചോദിക്കട്ടെ, സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. അല്ല ഞാൻ പറഞ്ഞു ഐ ഫീൽ വെരി ബാഡ് ബിക്കോസ് ഞാൻ ചെയ്യുന്നൊരു ഇന്റർവ്യൂ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആവുന്ന സംസാരിക്കാറുള്ളൂ. സംസാരിക്കാറുള്ളൂ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ലക്ഷ്മി എങ്ങനെ സംസാരിക്കുന്നത്? സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കും. എങ്ങനെ സീരിയസ് ആയിട്ട്? ചേട്ടൻ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ലൈക്ക് എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കും. ഞാൻ ഏത് ലെവലിലാണ്? താഴെ ലെവലിൽ നിന്നാണോ മേൽ ലെവലിലാണോ? അതല്ല, ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. ചേട്ടൻ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ജാഡായിട്ട് സംസാരിച്ച ചേട്ടൻ ഇഷ്ടപ്പെടുമോ? അല്ല, ജാഡായിട്ട് സംസാരിച്ചാൽ ഞാൻ തിരിച്ച് ജാഡയിടും, അത് വേറെ കാര്യം. അത്രേ ഉള്ളൂ. ഇപ്പം താങ്കളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു ആണല്ലോ. അപ്പൊ എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് താങ്കളെന്താ വലിയ ആർട്ടിസ്റ്റാണോ? താങ്കളുടെ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ വേൾഡ് റെക്കോർഡ്? എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു സീരിയസ്ലി. അനുചേട്ടൻ സാർ എങ്ങനെ? അല്ലല്ല അനുചേട്ടാ ക്യാമറ ഓഫ് ചെയ്തിട്ടോ? ഓഫ് ചെയ്തിരിക്കുകയാണോ? അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി സീരിയസ്ലി. അല്ല അങ്ങനല്ല, ഞാനിപ്പം താങ്കളുടെ ഇന്റർവ്യൂ എടുത്തിട്ട് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഞാൻ തമാശ പറയുന്ന ഒരു വ്യക്തിയാണ്. പൊതുവെ ഞാൻ എല്ലാവരോടും എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ട് ആയിട്ട് സംസാരിക്കാൻ തോന്നുന്ന ആൾക്കാരടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ചേട്ടനും അങ്ങനെ സംസാരിച്ചോണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഇങ്ങോട്ടാണ് പറഞ്ഞത്, അത് ജാഡക്കാണ് പറഞ്ഞത്. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അത് ചേട്ടന്റെ ഭയങ്കര വേൾഡ് റെക്കോർഡ് കിട്ടും. ചേട്ടന്റെ അടുത്ത് ഞാൻ ജാഡയ്ക്ക് സംസാരിച്ചോ? ഒരിക്കലും ഇല്ല. അല്ല, വേൾഡ് റെക്കോർഡ് എന്തിനാണ് കിട്ടുന്നത്? നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് ഞാൻ വേൾഡ് റെക്കോർഡ് ഞാൻ കളിക്ക് തമാശ പറഞ്ഞതല്ലേ. എനിക്കത് ഫീൽ ചെയ്തു. കാര്യം വെച്ചാൽ അത് അനുചേട്ടൻ എല്ലാ രീതിയിലും എടുക്കുന്നത്. പക്ഷെ അനുചേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല. അനുചേട്ടൻ അതിനൊരു ഫേസ് കാണാൻ എനിക്ക് മനസ്സിലാവും. അല്ല, തുടങ്ങിയപ്പോഴും ചേട്ടന് പറയായിരുന്നു ഇത് കുറച്ച് മെച്യൂരിറ്റി വേണം. ചേട്ടൻ സംസാരിച്ചാൽ ഞാൻ ഇന്റർവ്യൂവിന് മെച്യൂരിറ്റി വേണം ഞാൻ പറയണോ? അല്ല, എനിക്ക് അങ്ങനെ വന്ന് ആക്ട് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? മെച്യൂരിറ്റി തരണമെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? മേ ബി ഞാൻ അങ്ങനെ ചൈൽഡിഷ് ആയിട്ട് സംസാരിച്ചു. ചൈൽഡിഷ് ആയിട്ടല്ല, മെച്യൂരിറ്റി തരണം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അത് ഇയാൾ തരേണ്ടതാണ്. സംസാരിച്ചോണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ഞാൻ എന്താണ് സംസാരിച്ചത്? എനിക്ക് റെക്കോർഡ് കിട്ടട്ടെ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ആണോ? അത് ചിന്തിച്ചു നോക്കുക. ഞാൻ എത്രയോ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ എന്തെങ്കിലും ലക്ഷ്മിക്കാളും സീനിയർ ആയിരിക്കാം, വയസ്സിലായാലും ഈ കലയിലായാലും ഇന്റർവ്യൂ എടുക്കുന്നതായാലും. ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇയാൾ റെക്കോർഡ് വാങ്ങിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, വേണ്ട, എനിക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള റെക്കോർഡ് വേണ്ട. സോറി, ഐ എം സോ സോറി. ചേട്ടാ പാക്കപ്പ് ചെയ്യാം എന്ന് ഞാൻ പറയും. പക്ഷെ അതൊക്കെ